രണ്ട് കാര്യങ്ങൾ പറയാനാണ്. മൈ ബോഡി മൈ ചോയ്സ് എന്നൊരു സ്ലോഗൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ ശരീരം ഞാൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും, എൻ്റെ ലൈഫ് ഞാൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കും, എൻ്റെ മാത്രം കാര്യമാണ്, അതിനകത്തേക്ക് എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി വരരുത്. ഈ മൈ ബോഡി മൈ ചോയ്സ് അല്ലെങ്കിൽ ആ രൂപത്തിൽ പറയുന്ന ആൾക്കാരെ എന്താണ് ശരിക്കും പറയുന്നതിൻ്റെ അർത്ഥം അവർ ചിന്തിച്ചിട്ടുണ്ടോ? ഈസ് ഇറ്റ് റിയലി യുവർ ബോഡി? ആ ബോഡി ഉണ്ടാകണമെന്ന് തീരുമാനിച്ച അവരാണോ? അല്ല. ആ ബോഡി ഡിസൈൻ ചെയ്തത് അവരാണോ? അല്ല. ആ ബോഡി ഇപ്പോൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാണോ? അല്ല. ഇത് ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു നമ്മളല്ല, ഇതിനകത്തുള്ള ഡിസൈനിങ് നടത്തിയത് നമ്മളല്ല, ഇതിന്റെ ആന്തരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളല്ല. അപ്പോ ഈസ് ഇറ്റ് റിയലി അവർ ബോഡി? ഒരിക്കലല്ല. ഇത് നമ്മുടെ അനുമതിപ്രകാരം അല്ലാതെ, നമ്മളുടെ അനുമതിപ്രകാരം അല്ലാതെ, നമ്മുടെ കൺട്രോളിൽ ഇല്ലാതെ ഉണ്ടായ ഒരു സംഭവം. ഇതിന്റെ കൈവശാധികാരം മാത്രമാണ് നമുക്കുള്ളത്. ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഓണർ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ ഇത് ഏത് രൂപത്തിൽ പ്രവർത്തിപ്പിക്കണമെന്നും അവൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ തന്നെ പ്രവർത്തിപ്പിക്കാനാണ് അള്ളാഹു താല്പര്യപ്പെടുന്നത്. ആ രൂപത്തിൽ അത് പ്രവർത്തിപ്പിക്കാത്തവർക്ക് ശിക്ഷയുമുണ്ട്. ഇത് അള്ളാഹുവിന്റെ സിസ്റ്റം ഇതാണ്. ആ സിസ്റ്റത്തിലേക്കൂടെ പോയാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതിനുള്ള റിവാർഡ് കിട്ടും. ആ സിസ്റ്റത്തിൽ നിന്ന് വ്യതിചലിച്ച് മൈ ബോഡി മൈ ചോയ്സ് മൈ ലൈഫ് മൈ ഡെസ്റ്റിനി എന്നുള്ള ലിബറൽ വേയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലത്തിനാണ് നരകം എന്ന് പറയുന്നത്. ഈ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു ചെല്ലരുത്, ആൾക്കാരുടെ പേഴ്സണൽ സ്പേസ് ആണെന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, ഒരു കണക്കിന് അത് വലിയ പ്രശ്നമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം ആരോടും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. ഒരാള് നമ്മുടെ കൂട്ടത്തിൽ ഒരു സുഹൃത്ത് നിസ്കരിക്കുന്നില്ല, അവൻ പോട്ടെ, അത് അവന്റെ രീതി, അവന്റെ കാര്യങ്ങൾ, വെറുതെ അവന്റെ കാര്യങ്ങളൊക്കെ ഇടപെടണ്ട. അല്ലെങ്കിൽ ഒരാള് വേറെ ഏതെങ്കിലും ഒരു ഹിജാബ് ധരിക്കാതെ നടക്കുന്ന ഒരു സുഹൃത്ത് നമുക്കുണ്ട്, അത് അല്ല അവളെ ഒരു രീതി, നമ്മൾ അതിലേക്ക് കടന്നു ചെല്ലണ്ട. ഒരു ആളുടെ തെറ്റ് നമ്മൾ കണ്ടിട്ട് അതിന് നമ്മൾ ഒരു നസീഹത്ത് കൊടുക്കാതിരുന്നാൽ, അത് തിരുത്താതിരിക്കുക എന്നുള്ള പറയുന്നത്, അതായത് പച്ചക്ക് പറഞ്ഞാൽ അവന്റെ പേഴ്സണൽ സ്പേസിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ സ്പേസ് കിട്ടിയിട്ടും ചെല്ലാതിരിക്കുക എന്നുള്ളത് അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. നമുക്ക് പറയാൻ ഒരു സ്പേസ് ഉണ്ടായിട്ട് പറയാതിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ദ്രോഹമാണ്. നമ്മളിപ്പോ അന്ധനായ ഒരാൾ ഇങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോൾ അയാളെ മുന്നിൽ ഒരു പൊട്ടക്കിണറുണ്ട്. അയാൾ അടുത്ത നിമിഷം ആ കിണറ്റിൽ വീണാൽ അയാൾ മരണപ്പെടും എന്ന് ഉറപ്പുള്ള സമയത്ത് നമ്മൾ അത് മിണ്ടാതെ ഇങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ക്രൂര കൃത്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമസ്കാരം മുടക്കുന്ന ഒരാള് എന്തോ കാരണങ്ങളോട്, അറിഞ്ഞോ അറിയാതെയോ, എന്ത് കാരണമാവട്ടെ, അറിഞ്ഞാവട്ടെ അറിയാതെ ആവട്ടെ, പക്ഷെ നമ്മൾ അയാൾ നമസ്കാരം മുടക്കുന്ന ആളാണ്, നിസ്കാരമില്ലാത്ത ഒരാളാണ് എന്ന് നമുക്ക് അറിയുമെങ്കിൽ നമസ്കാരത്തിന്റെ പ്രാധാന്യം, അയാൾ ഏത് ലെവലിലാണ്, എന്ത് കാരണം കൊണ്ടാണ് നമസ്കാരം മുടക്കുന്നത്, ആ കാരണം കണ്ടെത്തി അയാളെ ഗുണദോഷിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമ്മൾ നിസ്കരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അയാളുടെ പേഴ്സണൽ സ്പേസിൽ ചെന്ന് നമ്മളത് പറയുന്നില്ലെങ്കിൽ അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ആ ക്രൂരത അതാണ്. ആലോചിച്ചു, അഫറൈത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു എന്ന് പറയുന്ന ഒരു ആയത്ത് ഖുർആനിലുണ്ട്. സ്വന്തം ഹവകളെ ഇലാഹാക്കിയവൻ, തന്നിഷ്ടത്തിൽ ജീവിക്കുന്നവൻ. ഹവകൾ എന്ന് പറഞ്ഞാൽ തന്നിഷ്ടം, ദേഹേച്ഛ എന്നൊക്കെയാണ്. ദേഹേച്ഛകളെ ഇലാഹാക്കിയ, അത് നമുക്ക് ഇന്നത്തെ ഒരു മോഡേൺ ഭാഷയിൽ നമുക്ക് ലിബറലുകൾ എന്ന് പറയാം. ആ രൂപത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അത്യന്തം ഗുരുതരമായ, അത്യന്തം അപകടകരമായ ജീവിതമാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇഷ്ടമാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏതേത് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് പറഞ്ഞു, അത് ഒത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങൾ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണം. ആ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് നമ്മുടെ ഇഹത്തിലും പരത്തിലും നമുക്ക് നന്മയായിരിക്കും.